കുരങ്ങന്റെ വെല്ലുവിളി. ഒരിക്കൽ അർജുനൻ ഭാരതത്തിലെ തീർത്ഥാടന സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഒരു ബ്രാഹ്മണനുമുണ്ടായിരുന്നു. അവർ രാമേശ്വരത്തിലെത്തിയപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, ഈ സ്ഥലം ഭഗവാൻ രാമനും വാനരസൈന്യവും ലങ്കയിലേക്ക് പോകുവാൻ കടലിന് മുകളിൽ കൂടെ പാലം കിട്ടിയ സ്ഥലമാണ് എന്ന്. അപ്പോൾ അർജുനൻ ചോദിച്ചു, ഭഗവാൻ രാമന് എന്തിനാണ് വാനര സൈന്യത്തിന്റെ സഹായം? അദ്ദേഹത്തിന് സ്വയം തന്നെ പാലം കെട്ടാനുള്ള കഴിവുണ്ടല്ലോ. ബ്രാഹ്മണൻ മറുപടിയൊന്നും പറയാതെ അവിടെ നിന്ന് പോയി. ആ സമയത്ത് ഒരു കുരങ്ങൻ ചാടിച്ചാടി അർജുനന്റെ സമീപത്തെത്തി ഇങ്ങനെ പറഞ്ഞു, കുരങ്ങന്മാർ വിചാരിച്ചാൽ പാലം തകർക്കാനും കെട്ടാനും സാധിക്കും. ഇത് കേട്ട് അർജുനൻ പറഞ്ഞു, കുരങ്ങന്മാർക്ക് ഒരു സാധാരണക്കാരൻ പണിത പാലം പോലും തകർക്കാൻ സാധിക്കില്ല. പിന്നെയാണോ ഭഗവാൻ രാമന്റെ പാലം തകർക്കുന്നത്? ഞാൻ താങ്കളെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ പണിയുന്ന പാലം സാധാരണ കുരങ്ങനായ ഞാൻ തകർക്കും. കാണണോ? പാലം തകർന്നില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ ഒരു സഹായിയായി താങ്കളുടെ കൂടെ ഉണ്ടാവും. എന്താ, സമ്മതമാണോ? ഞാൻ തോറ്റാൽ ഒരു ചിതി ഒരുക്കി അതിൽ ചാടി ഞാൻ ഭസ്മമാകും. അതിനുശേഷം അർജുനൻ സമുദ്രതീരത്ത് ചെന്ന് തന്റെ വില്ല് കുലച്ച് അമ്പുകൾ എയ്യുവാൻ തുടങ്ങി. അമ്പുകൾ വരിവരിയായി കടലിന് മീതെ കിടന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു പാലം അർജുനൻ പണിതു. അർജുനൻ കുരങ്ങനോട് അതിനു മുകളിലൂടെ നടക്കുവാൻ പറഞ്ഞു. കുരങ്ങൻ പാലത്തിന് മുകളിൽ കാല് വെച്ചപ്പോൾ തന്നെ പാലം തകർന്നു. അർജുനൻ മറ്റൊരു ബലമുള്ള പാലം വീണ്ടും പണിതു. പക്ഷേ അതും തകർന്നു. വെല്ലുവിളിയിൽ തോറ്റ അർജുനൻ ചിത കൊളുത്തി അതിൽ ചാടി ജീവനൊടുക്കുവാൻ ഒരുങ്ങി. അപ്പോൾ ഒരു ബാലൻ അവിടെ വന്ന് ചോദിച്ചു, ശ്രീമാൻ, താങ്കൾ എന്താണ് ചെയ്യുന്നത്? അർജുനൻ ബാലനോട് കുരങ്ങനുമായി ഉണ്ടായ വെല്ലുവിളിയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ബാലൻ ഇങ്ങനെ പറഞ്ഞു, താങ്കൾ തോറ്റുവെന്ന് കരുതരുത്. താങ്കൾ ഒരു തവണ കൂടി പാലം പണിതു നോക്കൂ. കുരങ്ങന്മാർ എങ്ങനെ അത് തകർക്കുമെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ അർജുനൻ ഒരിക്കൽ കൂടി പാലം പണിതു. കുരങ്ങൻ അതിനു മുകളിൽ കിടന്ന് ചാടി. പക്ഷേ പാലം പൊട്ടിയില്ല. കുരങ്ങൻ 2-3 തവണ ചാടി നോക്കി. ഒന്നും സംഭവിച്ചില്ല. എനിക്കിത് എന്ത് സംഭവിച്ചു? എന്റെ ശക്തിയെല്ലാം കുറഞ്ഞെന്ന് തോന്നുന്നു. എനിക്ക് എന്റെ രൂപം തന്നെ സ്വീകരിക്കണം. ഞാൻ മാതാ സീതയെ അന്വേഷിച്ചു പോകുമ്പോൾ സ്വീകരിച്ച രൂപം. കുരങ്ങൻ ഒരു തന്ത്രം ഉപയോഗിച്ചു. കുരങ്ങൻ തന്റെ ശരീരം വലുതാക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ അത് പർവ്വതം കണക്കെ വലുതായി. എന്നിട്ട് പാലം തകർക്കാൻ തുടങ്ങി. പക്ഷേ പാലം തകർന്നില്ല. ഇതെല്ലാം കണ്ട് അർജുനൻ ചിന്തിച്ചു, ഇത് സാധാരണ ബാലനല്ല, ഇത് മറ്റാരോ വേഷം മാറി വന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. തീർച്ചയായും ഇത് ഭഗവാൻ കൃഷ്ണനായിരിക്കും. എന്റെ എല്ലാ ശക്തിയും പോയിരിക്കുന്നു. എനിക്ക് ഈ പാലം തകർക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ ബാലൻ ഭഗവാൻ രാമനായിരിക്കും. അതുകൊണ്ടാണ് എന്റെ ശക്തി ഒന്നും ഉപയോഗിക്കാൻ സാധിക്കാത്തത്. ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് കുരങ്ങനായ ഭഗവാൻ ഹനുമാനും അതുപോലെ തന്നെ അർജുനനും കൂടി ആ ബാലനെ തൊഴുതു. അപ്പോൾ ആ ബാലൻ തന്റെ സ്വന്തം രൂപം കൈക്കൊണ്ടു. അത് ഭഗവാൻ വിഷ്ണുവായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അർജുന, നീ വിനയം മറന്നു. ശക്തിയും ബുദ്ധിയും വിനയവുമില്ലെങ്കിൽ ഒന്നും നടക്കില്ല. അത് നീ മനസ്സിലാക്കൂ. ഹനുമാൻ, താങ്കൾക്ക് നിർവചിക്കാൻ സാധിക്കാത്തത്ര ശക്തികളുണ്ട്. പക്ഷേ ആ ശക്തി താങ്കൾ ഒരു ഉചിതമല്ലാത്ത കാര്യത്തിനു വേണ്ടി ഉപയോഗിച്ചു. ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിനാൽ താങ്കൾ എല്ലായ്പ്പോഴും അർജുനന്റെ രഥത്തിലെ കൊടിയടയാളമായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരിക്കണം. ഇങ്ങനെയാണ് അർജുനന് തന്റെ കൊടിയടയാളമായിട്ട് ഹനുമാനെ ലഭിച്ചത്.